ഹലോ. 1000 മൈലുകൾ നീളമുള്ള ദീർഘയാത്രയുടെയും തുടക്കം ആദ്യമെടുക്കുന്ന ആ ചെറിയൊരു ചുവടിൽ നിന്നാണ് എന്നൊരു ചൈനീസ് പഴമൊഴിയുണ്ട്. അത് കൺഫ്യൂഷ്യസിൻ്റേതാണെന്നൊക്കെ പറയുമെങ്കിലും അത് തെറ്റാണെന്ന് ഇന്നാളൊരിക്കൽ അതിനെക്കുറിച്ചൊന്ന് നോക്കിയപ്പോൾ കണ്ടുപിടിച്ചു. വേറെ ഏതോ അദ്ദേഹത്തിൻ്റെ കണ്ടംപററി ആയിരുന്ന ഒരു ചൈനീസ് അങ്ങനത്തെ ഒരു തത്വചിന്തകനാണ്, ഞാൻ പേര് മറന്നുപോയി. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇപ്പോൾ കമലാ ഹാരിസാണ്. നമ്മളെല്ലാം അഭിമാനത്തോടെ നോക്കിയിരിക്കുന്ന അമേരിക്കൻ വൈസ് പ്രസിഡൻ്റ് ആകുന്ന ആദ്യ വെള്ളക്കാരിയല്ലാത്ത ആദ്യ വനിത കമലാ ഹാരിസിൻ്റെ ഇന്ത്യൻ വേരുകൾ നമ്മൾ അഭിമാനത്തോടെ കാണുന്നു. അവർ പറഞ്ഞ ആ വാചകം ഇന്നലെ ലോകത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറഞ്ഞ വൈൽ ഐ മേ ബി ദ ഫസ്റ്റ് ബട്ട് ഐ വോണ്ട് ബി ദ ലാസ്റ്റ്. ഇത് ചരിത്രത്തിലെ ആദ്യ സംഭവമായിരിക്കും, പക്ഷേ അത് അവസാനത്തേതല്ല എന്ന ഒരു പ്രചോദനഭരിതമായ വാക്കുകളോടെ കമലാ ഹാരിസ് അങ്ങനെ ലോകത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അങ്ങേയറ്റത്തെ ആഹ്ലാദത്തോടെയാണ് അത് കേട്ടത്, കണ്ടത്. അവരുടെ സംസാര രീതി സാധാരണഗതി കണ്ടിട്ടുണ്ടോ? കുറേ ആൾക്കാരുണ്ട് ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കുഴപ്പം പോലെ, ഇത്ര വലിയ ഓഫീസിലൊക്കെ ചെന്നതല്ലേ എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ തീർത്തും പൊള്ളത്തരമായിട്ട് ട്രെയിൻഡ് പൊള്ളച്ചിരി. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വളരെ ആർജവത്തോടെ സംസാരിച്ചുകൊണ്ട് അവരെ അഡ്രസ്സ് ചെയ്തപ്പോൾ ആ സംസാരത്തിൽ കമലാ ഹാരിസ് തൻ്റെ മാതാവ് ശ്യാമള ഗോപാലനെ സ്മരിച്ചിരുന്നു. നിങ്ങളൊക്കെ കേട്ട് കാണും. അതായത് എൻഡോക്രൈനോളജിയിൽ ഉന്നത പഠനം ലക്ഷ്യമാക്കി വെറും 19 വയസ്സിൽ 10 ആണ്ടുകൾക്ക് മുമ്പ് എൻ്റെ അമ്മ ഇവിടെ കാലുകുത്തുമ്പോൾ ഒരിക്കലും ഈ നിമിഷം സ്വപ്നം കണ്ടിരുന്നില്ല. പക്ഷേ അവരെങ്ങനെയാണ് പറഞ്ഞത്? പറയാം, ഗ്രേറ്റ്ഫുൾ ടു ദ വുമൺ മോസ്റ്റ് റെസ്പോൺസിബിൾ ഫോർ മൈ പ്രസൻസ് ഹിയർ ടുഡേ, മൈ മദർ ശ്യാമള ഗോപാലൻ ഹാരിസ്. വെൻ ഷീ came here from India at the age of 19. She maybe didn't imagine this moment, but she believed so deeply in America where moment like this is possible. ഇങ്ങനെ ഒരു നിമിഷം പോസിബിളായ അമേരിക്കയുടെ ആ ഒരു സ്പിരിറ്റിനെ അവർ തീർച്ചയായിട്ടും അതിൽ വില മതിച്ചിരുന്നു എന്നാണ് ഇന്നലെ കമലാ ഹാരിസ് പറഞ്ഞിരുന്നത്. ആ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞ ആ ആദ്യത്തെ ഒരു ചുവടെന്ന് പറയത്തില്ലേ, ആ ആദ്യത്തെ ഒരു ചുവടിലെ ഒരു കണ്ണിയായി. പക്ഷേ അങ്ങനെ 19 വയസ്സിൽ ശ്യാമള എന്നൊരു കുട്ടി, കൺസർവേറ്റീവ് തമിഴ് ബ്രാഹ്മിൻ വേരുകളൊക്കെ ഉള്ള ഒരു കുട്ടി അവിടെ വരണമെങ്കിൽ നമുക്കെല്ലാം അറിയാം, കുറച്ചും കൂടെ പിന്നിൽ ആ ആദ്യത്തെ ചുവട് വെച്ച മറ്റേതെങ്കിലും ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കാം. ഓക്കെ, അവരുടെ ഫാദറായ PV ഗോപാലൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൽ ആക്റ്റീവായിരുന്നു, ഹൈ റാങ്കിങ് സിവിൽസ് ഓഫീസറായിരുന്നു, ഒക്കെ ആയിരുന്നു. പിന്നെ ഇൻഡിപെൻഡൻറ്റ് നേഷൻ സാംബിയയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേറൊരു പേര് വരുന്നുണ്ട്, രാജം ഗോപാലൻ. 12 വയസ്സിൽ ഈ PV ഗോപാലനുമായിട്ട് കല്യാണം ഉറപ്പിച്ച് 16 വയസ്സിൽ വിവാഹിതയായ ആ സ്ത്രീ അവർ വളരെ ആയിട്ടുള്ളൊരു വുമണായിരുന്നു. 1940കളിൽ സ്വന്തമായിട്ട് വോക്സ്വാഗൺ ബഗ്ഗൊക്കെ ഓടിച്ച് നടന്നിട്ട് സാധാരണ സ്ത്രീകളെ കുറിച്ചിട്ട്, അവരുടെ മുന്നിൽ വരുന്ന സാധാരണ സ്ത്രീകളോട് ബർത്ത് കൺട്രോളിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീ കൂടിയായിരുന്നു ഈ രാജം ഗോപാലൻ, അതായത് കമലയുടെ അമ്മൂമ്മ. അവരെക്കുറിച്ച് അവർ പറയാണ്, കമലാ ഹാരിസ് അവരുടെ ബുക്കുണ്ട് സ്മാർട്ട് ഓൺ ക്രൈം എന്ന് പറഞ്ഞിട്ട്, ഞാൻ അതല്ല വായിച്ചത്, അതിനെക്കുറിച്ചുള്ളൊരു ലേഖനമാണ്. അതിനകത്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മൈ ഗ്രാൻഡ് ഫാദർ വുഡ് ജോക്ക് ദാറ്റ് ഹെർ കമ്മ്യൂണിറ്റി ആക്ടിവിസം വുഡ് ബി ദ എൻഡ് ഓഫ് ഹിസ് കരിയർ. അതെങ്ങനെയുണ്ട്? ജോക്കായിട്ട് പറയുമായിരുന്നു, ഈ അമ്മമ്മ ഈ രാജൻ ഗോപാലിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് നടന്ന് നാട്ടുകാരെയൊക്കെ പ്രബുദ്ധവൽക്കരിച്ചുകൊണ്ട് നടന്നാൽ എൻ്റെ പണി പോവും അപ്പാന്ന് പറയുന്ന ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു സ്ത്രീ ആ കാലത്ത് സ്വന്തമായിട്ട് 16 വയസ്സ് വിവാഹിതയായി കുട്ടികളായി ഒക്കെ ആയിട്ടും സമൂഹത്തിൻ്റെ ഉന്നമനത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു സ്ത്രീ, അവർക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് അവരുടെ പാതിയായി നിന്ന ഒരു പുരുഷൻ, അവരുടെ 2 പേരുടെയും സാന്നിധ്യവും നമ്മൾ മറക്കാൻ പാടില്ല. ആ 2 സാന്നിധ്യവും കൂടി ചേർന്നാണ് ഇന്നലെ ആ നിമിഷത്തിലേക്ക് ഒരു തലമുറയെ എത്തിച്ചത് എന്നത് മറക്കാൻ പാടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കമലാ ഹാരിസിൻ്റെ വിജയവും അപ്പൂപ്പൻ അമ്മൂമ്മ അമ്മ ഒക്കെ അവിടെ വിടാം. നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവും, അങ്ങനെ ഓരോരുത്തരും യോഗം ഉള്ളതെന്ന്. നമുക്കെന്താ ഈ യോഗം ഇല്ലാത്തേ?
നമ്മളിപ്പോഴും ഒരു ചെറിയ ചുവട് നമ്മുടെ മക്കളോ പേരക്കിടാങ്ങളോ വെക്കുമ്പോൾ അത് പറ്റില്ല, എന്തിനെ പഠിക്കുകയൊക്കെ കൊള്ളാം, ഒരു കാര്യം ചെയ്യുക, കല്യാണം കഴിച്ചിട്ട് പഠിച്ചോളൂ, അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തോളൂ. പണ്ട് ആരുടെയൊക്കെയോ കാലിന് പാകമായി മുറിച്ചു വെച്ചിരിക്കുന്ന ഒരു ചെരുപ്പുമായിട്ട് നമ്മുടെ മുന്നിലുള്ള തലമുറയുടെ പിന്നാലെ ഓടുന്ന ആ പഴഞ്ചൻ സ്വഭാവം നമ്മൾ ഒന്ന് മാറ്റിവെച്ചിട്ട്, ഇന്നലെ കമല ഹാരിസ് പറഞ്ഞ പോലെ സാധ്യതകളെ നമുക്ക് വിശ്വസിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? അത്തരം സാധ്യതകളെ വിശ്വസിക്കുന്ന ഒരു പേരൻറ്റേജ്, ഒരു ലീനേജും ഒരു പിന്തുണയും ഉള്ളപ്പോൾ എവിടം വരെ ഓരോ കുട്ടികൾ എത്തില്ല? ഇത് പറയുമ്പോൾ പറയാം അങ്ങനെ എത്താനുള്ള കുട്ടികളൊക്കെ എത്തും. ഇതൊക്കെയാണോ? എത്താനുള്ള കുട്ടികൾ എത്തും എന്ന് പറയുമ്പോൾ എത്താനുള്ള എത്രയോ കോടി കുട്ടികൾ എത്തുന്നില്ല. നമ്മളുടെ ഈ കൊച്ചു കാര്യങ്ങളും പറഞ്ഞിട്ട് എന്തെല്ലാം റെസ്ട്രിക്ഷൻസാണ് നമ്മൾ വയ്ക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടി വിശാലമായിട്ട് അടുത്ത തലമുറയെ വിശ്വസിച്ചുകൂടാ? അവരുടെ നേട്ടങ്ങളെ നമുക്ക് സ്വപ്നം കണ്ടുകൂടാ? നമുക്ക് സ്വയം ഇനിയും ഒരുപാട് നേടാനുണ്ടെന്ന് ഉറച്ചു പറഞ്ഞുകൂടാ? അങ്ങനെ ചിന്തിച്ച് സന്തോഷമായിട്ട് ഉറങ്ങും. ശുഭരാത്രി.